ഹലോ, ഇന്നൊരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നും മോർണിംഗ് റൊട്ടീൻ തന്നെയല്ല ആണല്ലോ അല്ലേ. പക്ഷേ ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള നീർദോശയും അതേപോലെ തന്നെ ക്യാരറ്റ് കൊണ്ടുള്ള സ്റ്റൂ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കുറുമക്കറി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇതാ രാവിലെ സാധാരണ പോലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോയത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കുറേ വീഡിയോസുകൾ മുന്നത്തേക്ക് ഇട്ടിട്ടുണ്ട്, കേക്കിൻ്റെയും നല്ല നല്ല റെസിപ്പികളുടെയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം തന്നെ സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ തലേദിവസം ഒന്നും തയ്യാറാക്കി വയ്ക്കാത്തൊരു ദിവസമാണ് കേട്ടോ. പക്ഷേ ചോറ് റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാബേജ് തോരനും മാത്രമേ ഇന്ന് വയ്ക്കുന്നുള്ളൂ. അധികം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ 6 മണിയായിട്ടാണ് എഴുന്നേറ്റത്. 6 മണിക്ക് എഴുന്നേറ്റ് 6:45 7 മണിയാകുമ്പോഴേക്കും നമ്മളുടെ ഈ കറികളൊക്കെ റെഡി ആവുകയും ചെയ്യും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് ജോലികൾ ചെയ്താൽ മതി. അപ്പോൾ അത് ആദ്യം തന്നെ നീർദോശയ്ക്ക് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അരിപ്പൊടി എടുത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, ക്രിസ്പി ആവണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തപ്പോൾ നല്ല ടേസ്റ്റായി കേട്ടോ. അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച ആദ്യം സ്റ്റൂ കറിക്കുള്ളത് റെഡിയാക്കാമെന്ന്. അങ്ങനെ ഇതാ 1 തക്കാളി എടുത്തു, പിന്നെ ക്യാരറ്റ് എടുത്തു, അതുപോലെ തന്നെ 1 സവോള എടുക്കുക കേട്ടോ. സവോളയും തക്കാളി എന്തായാലും വേണം. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒരു കുഞ്ഞിതൊക്കെ ഇടണമെങ്കിൽ ഇടാം. ക്യാരറ്റാണ് ഇതിൽ മെയിൻ. അപ്പോൾ അതാ ക്യാരറ്റ് കേടാവാതിരിക്കാനായിട്ട് ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും ഇതാ ഒന്ന് തുടച്ച് വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ മുകളിൽ ഒരു ടിഷ്യൂവോ സാധാരണ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ആ കവർ അടപ്പന്മേ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. കവറെന്ന് പറയണേ അല്ലേ. വച്ചത് അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇതാ ക്യാരറ്റ് എടുത്തു, അതൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി കാബേജ് അപ്പോഴും ഞാൻ അവിടുത്തെ ചേട്ടന് പോകുമ്പോഴേക്കും കാബേജ് എന്തായാലും ആവണമല്ലോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് ഇടാന്ന് വെച്ചാൽ അത് അവിടെ കിടന്ന് ആയിക്കോളും. അപ്പോൾ വേഗം തന്നെ പോയിട്ട് കാബേജിനെ അരിഞ്ഞ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാബേജ് അരിഞ്ഞ് അങ്ങനെ പകുതിയാക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റെഡിയാക്കി കേട്ടോ. എന്താ പറയുക, കാബേജൊക്കെ ആകുമ്പോൾ ഒന്ന് തലേദിവസം അരിഞ്ഞ് വെക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ചില ദിവസം തലേദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല, ചില ദിവസം എല്ലാം ഉള്ളി വരെ ചതച്ച് വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോ ദിവസത്തെ നമ്മുടെ തലേദിവസത്തെ വൈകുന്നേരത്തെ ജോലികളുടെ പ്രത്യേകതകൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുക. എപ്പോഴും ചെയ്ത് വയ്ക്കണത് തന്നെയാണ് നല്ലത്. അപ്പോൾ പിന്നെ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് എഴുന്നേൽക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തോടു കൂടി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അയ്യോ സമയം വൈകിയല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വെപ്രാളവും, പിന്നെ ചെയ്യുന്ന ജോലികൾ ശരിയാവില്ല, സ്പീഡും കിട്ടില്ല, ടെൻഷനും കൂടും. എന്താ പറയുക, വലിയൊരു കാര്യം ചെയ്ത പോലെ ഒരു ചോറും കറിയും വെക്കാനാണ് ഈ വക പങ്കപ്പാട് അല്ലേ. എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ. നേരത്തിന് മക്കൾക്കും ഭർത്താവിനൊക്കെ ചോറ് കൊടുത്തില്ല ഒരു ചെറിയ വിഷമം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതാക്കി വെച്ചിട്ട് എനിക്ക് ചായ കുടിക്കണം തോന്നി. അങ്ങനെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ എടുത്തപ്പോൾ ചേട്ടനും കൂടി 1 ഗ്ലാസ് പകർത്തി വെച്ചു. അപ്പോൾ എനിക്കും പകർത്തി. കാബേജ് അരിനോടുകൂടി തന്നെ ചായയും കുടിക്കാമല്ലോ. അപ്പോൾ ചായ കുടിക്കാനൊന്നും ഇന്ന് പോയിരിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. 6:15 ആയെന്ന് തോന്നുന്നുണ്ടെന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് അടുക്കളയിലേക്കൊക്കെ എത്തിയപ്പോൾ. അത് കാരണം കൊണ്ടാണ് ഇന്ന് ഇത്തിരി എന്താ പറയുക തിക്ക് തിരക്കുള്ളൊരു ദിവസമായി മാറി കേട്ടോ. ചേട്ടൻ പോകുന്ന വരെയുള്ളൂ. ചേട്ടൻ പോകുമ്പോഴേക്കും അത് റെഡിയാക്കണതിൻ്റെ ഒരു സമാധാനമൊക്കെ ഉള്ളൂ. പിള്ളേർക്കൊക്കെ പിന്നെ പോകുമ്പോഴേക്കും സമയമുണ്ട് കേട്ടോ. ചേട്ടനാണ് ഏറ്റവും നേരത്തെ പോവുക. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് കറിയൊക്കെ കൊടുത്തു വിട്ടില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് നീർദോശ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2 കൈപ്പിടി നാളികേരം കൂടിയും ചേർത്ത് അരയ്ക്കുന്നുണ്ട്. പിന്നെ പൊട്ടി പോകുമെന്ന് തോന്നണവർക്ക് 1 മുട്ടയും കൂടി അതിലടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി ചോറ് ചേർക്കണമെങ്കിൽ ചേർക്കുക കേട്ടോ. ഇനി പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാളികേരം കൂടുതൽ ചേർത്താൽ സാധാരണ പൊട്ടി പോവില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതാ ഇത്തിരി ഉയർത്തി അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇത്തിരി ലൂസിൽ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയായി. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ക്രിസ്പി ആവണവരെ എടുക്കുക. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ക്രിസ്പി അല്ല, നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ക്രിസ്പി ആവണമെന്നാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത് കേട്ടോ. പിന്നെ ഇതാ ക്യാരറ്റ് അത് ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് അരിയാനായിട്ട് നിൽക്കുകയാണ്. സാധാരണ ഇത്തിരി വലുതാക്കിയൊക്കെ അരിയാം, പക്ഷെ നന്നായിട്ട് വേവണം കേട്ടോ ക്യാരറ്റ്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തക്കാളിയും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാതും ഇതിലേക്ക് സാധാരണ സ്റ്റൂ കറിയിലേക്ക് ചെയ്യണ പോലെ തന്നെ എടുക്കണം. ക്യാരറ്റ് ഇത്തിരി കൂടുതൽ എടുക്കണം എന്ന് മാത്രം കേട്ടോ. കണ്ടില്ലേ നല്ല ക്രിസ്പി ദോശയായിട്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കോളാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളാം. അങ്ങനെ അതാക്കി വെച്ചു. അടുത്തത് അതേപോലെ തന്നെ പരത്തിയിട്ടു. ഞാൻ ക്യാരറ്റിൻ്റെ പരിപാടി അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിക്കുക.
ഒരിത്തിരി പെരിഞ്ജീരകം, പിന്നെ ഏലക്കായ എന്തായാലും ഇടണം കേട്ടോ. കറുകപ്പട്ട, കരയാമ്പൂ, ബേ-ലീഫ്, ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി പെരിഞ്ജീരകം, ഒരു 5-10 കശുവണ്ടി പരിപ്പും കൂടി ഇടുക വെച്ചാൽ സൂപ്പറാട്ടോ. കുറുമക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതിലേക്ക് ഇതാ ക്യാരറ്റും തക്കാളിയും സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞത്. വല്ലാണ്ട് ചെറുതാക്കി അരിയൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളകാണ്. ഇത്തിരി പച്ചമുളകും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കുക. ഇഞ്ചി ചതച്ച് ചേർക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക. ഞാൻ ഇതിൽ വെള്ളമൊഴിച്ച് മൂടി വെച്ചതിന് ശേഷം എനിക്ക് തോന്നി നന്നായിട്ട് വെന്ത് കിട്ടാൻ ഇത്തിരി സമയം പിടിക്കുമല്ലോ, വേഗം ആവാൻ വേണ്ടി ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ 2-3 അടി അടിച്ചിട്ട് പിന്നെ വീണ്ടും ഞാൻ ഈ പാനിലേക്ക് ആക്കുകയാണ് ഉണ്ടായത്. അതിലേക്ക് ഇതാ നമ്മളുടെ അരപ്പും കൂടിയും ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് തിളയ്ക്കേണ്ട കേട്ടോ, ഒന്ന് തിളച്ച് വന്നാൽ മതി, ചെറുതായിട്ട് തിളച്ചാൽ മതി, ഓവറായിട്ട് തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. അത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ പോരാണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അവസാനം വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം, പക്ഷേ നമ്മൾ ആദ്യം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെന്നുള്ളവർക്ക് ഒഴിക്കാമെന്ന് മാത്രം. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്യാരറ്റ് ഞാനൊരു തമിഴ് ചാനലെല്ലാം അങ്ങോട്ട് കണ്ടതായിരുന്നു, അപ്പം ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി, അപ്പോൾ അടിപൊളിയായിട്ടോ. അപ്പോൾ അതാ ക്രിസ്പി നീർദോശയും ക്യാരറ്റ് സ്റ്റൂം സൂപ്പറാണ്, ഉണ്ടാക്കി നോക്കിയോളൂ. പിന്നെ അതാ ക്യാബേജ് തോരൻ, പെട്ടെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ക്യാബേജ് തോരനൊക്കെ. കൂട്ടുകാർ മടുത്തുണ്ടാവും, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണിച്ചു പോകണമെന്ന് മാത്രം. ക്യാബേജ് ഇതൊക്കെ കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തോർന്ന് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. പിന്നെ ഈ ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ. ഇതെൻ്റെ അമ്മ ഈ രീതിയിലാണ് ഉണ്ടാക്കുക, ഞാനും അതുപോലെ ഉണ്ടാക്കുക. എനിക്ക് ഇത് തന്നെയാണ് നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയിട്ട് തോന്നുന്നത്. വേറെ പല രീതിയിലും നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടൊക്കെ ഉണ്ടാക്കി നോക്കി, എനിക്ക് ഇത് തന്നെയാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലിത്തിരി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇത്തിരി വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് ഇടാനായിട്ട് മറന്നു പോയതാണ്, കൂട്ടുകാർ മറക്കണ്ട. കുറച്ച് നാളികേരം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഈ കൂട്ടി വെച്ചേക്കണ ക്യാബേജും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ആക്കുക, എന്നിട്ട് പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് അടുപ്പത്തിട്ടിട്ട് പിന്നെ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ നമ്മുടെ ചെമ്പരത്തി പൂ, ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, നിറയെ പൂവിട്ടുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ടപ്പുറത്തേരം നമ്മുടെ മത്തനുള്ള കാരണം അവിടെ അധികം പുല്ല് പറിക്കലൊന്നും നടക്കില്ല. പിന്നെ ഇതാ ചീര തൈ ഇങ്ങനെ എന്താ പറയുക, മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുരുടിച്ച് കൂട്ടാം. അപ്പം ഞാൻ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് അത് പറിച്ച് നടുകയാണ്. 3-4-5 തൈകൾ അവിടെ മുളച്ചിട്ടുണ്ടായിരുന്നു, ഇനി അത് കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് വളമൊക്കെ ഇടുന്ന ഒരു തക്കാളിപ്പെട്ടി ഉണ്ടല്ലോ, അതിൽ 1-2 കട അതിൽ വെച്ചു. ഇപ്പോൾ ചുവപ്പ് ചീരയും 1-2 ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ ചുവപ്പ് ചീരയൊക്കെ പിടിക്കുമായിരിക്കില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായി ഇനി ആ വിത്തുകളൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് പാവിയത് ചീര മുളച്ചിട്ടില്ല കേട്ടോ, എന്ത് പറ്റിയാവോ. ചീര ചിലപ്പോഴൊക്കെ ഉറുമ്പ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യാമെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ആദ്യമൊന്നും ചിലപ്പോൾ പിടിക്കില്ല, പിന്നെ പതുക്കെയാണ് എല്ലാം ശരിയാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യുക. ഒരു പ്രാവശ്യം കറി വയ്ക്കാനുള്ള ചീര കിട്ടിയാൽ അത്രയായില്ലേ, ഒരു പ്രാവശ്യം കറിയിലിടാനുള്ള പച്ചമുളക് കിട്ടിയാൽ അത്രയായില്ലേ. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു സന്തോഷമൊക്കെയാണ് അല്ലേ. എന്താ പറയുക, പച്ചമുളക് ഒന്ന് വാങ്ങിക്കാൻ മറന്നു, ഓടി വന്നൊന്ന് പൊട്ടിച്ചെടുക്കുക. അതേപോലെ കറിവേപ്പിലായാലും പച്ചമുളകായാലും ഇഞ്ചിയൊക്കെ നമുക്ക് നടാം കേട്ടോ. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. അതും ഇതേപോലെ തന്നെ നടാം. ചെറിയൊരു പാത്രം ഉണ്ടായാൽ 1 കട 2 കടയൊക്കെ നട്ടെടുക്കാവുന്നതുള്ളൂ. അതൊക്കെ ഒരു സന്തോഷമല്ലേ, ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഇഷ്ടമില്ലാത്തവരും ഉണ്ട്, കഷ്ടപ്പെടണേറ്റും ഭേദം കടയിൽ നിന്ന് വാങ്ങിക്കുകയല്ലേ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കോവലിതാ ഒന്ന് ഉഷാറായി വരും, അപ്പോഴേക്കും മഴ പിടിച്ചോണം പിടിക്കും. അപ്പോൾ പിന്നെ കോവൽ വീണ്ടും താഴത്തേക്ക് പോവും. ഇപ്പോൾ വീണ്ടും ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ വള്ളി ചേട്ടനോട് മാവുമ്പോഴേക്കൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി, പയറൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് നടന്നു കേട്ടോ. കറികളൊക്കെ ആയി കഴിഞ്ഞ് ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര അങ്ങോട്ട് തിക്കും തിരക്കില്ല. അതിനിടയ്ക്ക് ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കറിയൊക്കെ കൊടുത്തിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലക്ക് ചീര മുളച്ചിട്ടുണ്ട്, പച്ചമുളകും മുളച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തിരീശി ആയിട്ടുള്ളൂ, അങ്ങനെ ഉഷാറൊന്നും ആയിട്ടില്ല. അപ്പം അവിടെ നിൽക്കട്ടെ, ഉഷാറാവട്ടെ, എന്നിട്ട് നമുക്ക് പറിച്ച് നടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ വീടിനോട് ചുറ്റും ഒന്ന് നടന്ന് വീണ്ടും അകത്തേക്ക് കയറുകയാണ്.
അപ്പോൾ ചേട്ടൻ കാലത്ത് ബ്രഷ് ചെയ്യുന്നതോട് കൂടി തന്നെ ഇങ്ങനെ നടന്ന് എല്ലാതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. നമ്മൾ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദിവസം അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവുക, അപ്പോഴാണ് അതൊക്കെ കറക്റ്റ് ആവുക. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കാബേജൊക്കെ വെന്തിട്ടുണ്ട്. ഇത്തിരീശ വെയിലൊക്കെ ഒതിച്ച് വരുന്നൊരു ദിവസമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോണ്ട, കമൻറ്റ് എഴുതാനും. നാളെ കാണാം. ഓക്കെ, ബൈ.